സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ആരാ? എന്താ വേണ്ടത്? ഞാൻ അല്പം ദൂരേന്ന് വരികയാണ്. രഘുറാം സാറിനെ ഒന്ന് കാണണം. സാറുണ്ടോ? ആ, സാറ് എത്തുണ്ട്. ആര് വന്നെന്ന് പറയണം? സുധാകരൻ മാഷ് വന്നു എന്നൊന്ന് പറയൂ. സാറിനെ അത്യാവശ്യമായി കാണണം. മാഷ് ഇവിടെ ഇരുന്നോളൂ, ഞാൻ സാറിനോട് പറയാം. എടാ വിഷ്ണു, ആരാടാ വന്നേ? ഓ, അറിയില്ല സാർ. ഏതോ സുധാകരൻ മാഷ് രഘുറാം സാറിനെ കാണാൻ വന്നതാ. സർ, സാറിനെ കാണാൻ വേണ്ടി പ്രായമുള്ള ഒരാൾ വന്നിട്ടുണ്ട്. അത്യാവശ്യമാണെന്നാണ് പറഞ്ഞത്. സുധാകരൻ മാഷ് എന്ന് പറഞ്ഞാൽ സാർ അറിയും. ആരാ? സുധാകരൻ മാഷോ? ഓ, സുധാകരൻ മാഷ്. മാഷിനെ കൂട്ടിക്കൊണ്ടു വാ വിഷ്ണു. ആരാ സാറേ വന്നത്? ഓ, അത് സുധാകരൻ മാഷ്. ആളൊരു പൊതുപ്രവർത്തകനാണ്. പണ്ട് ഞാൻ കിലുമാനൂർ സ്റ്റേഷനിൽ SHO ആയിരുന്നപ്പോഴുള്ള പരിചയമാണ്. ആ സാർ, ഞങ്ങൾ അത് അന്വേഷിച്ചു. അത് ഫേക്ക് ഇൻഫർമേഷൻ ആണ്. ഇറ്റ്സ് ടോട്ടലി ഫേക്ക്. ഓക്കെ ഓക്കെ. ആ, ഇരിക്കും മാഷേ. എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച പോരായിരുന്നോ? കുടിക്കാൻ ചായ പറയട്ടെ? അതൊന്നും വേണ്ട. എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തിരിച്ചു പോകണം. ഞാനൊരു അപേക്ഷയുമായാണ് വന്നത്. അപേക്ഷയോ? അതെന്താ മാഷി അങ്ങനെ പറഞ്ഞത്? മാഷ് പറഞ്ഞോളൂ. നിങ്ങൾ വാർത്തകളിൽ അറിഞ്ഞതാണ്, 2+1 വിദ്യാർത്ഥിനികൾ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യവേ. ആ, ഉവ്വ്. കൊല്ലത്ത് ആനമുടിയോ ആനമലയോ അങ്ങനെ എന്തോ അല്ലേ? ആ അതെ, ആനമല. അതിലൊരാൾ എൻ്റെ കൊച്ചുമകളായിരുന്നു. അത് വെറുമൊരു ആത്മഹത്യയല്ല, പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. നാട്ടുകാരും പോലീസും ഒക്കെ നോക്കി നിൽക്കുമ്പോഴല്ലേ അവർ താഴേക്ക് ചാടിയത്? ദുരൂഹ ഉണ്ടെന്ന് തോന്നാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും? 2 കുട്ടികളും പഠിക്കാൻ നല്ല മിടുക്കികളായിരുന്നു. വീടുകളിൽ മറ്റു പ്രശ്നങ്ങളുമില്ല. സംഭവ ദിവസം സന്തോഷത്തോടാണ് 2 പേരും സ്കൂളിൽ പോയത്. കുട്ടികൾക്ക് പ്രേമമോ മറ്റോ ഉണ്ടായിരുന്നതായി അറിയില്ല. മരണപ്പെട്ട 2ാമത്തെ കുട്ടിയുടെ പിതാവ് എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ആ കുടുംബവും ആകെ തകർന്നുപോയി. അധികം ദൂരത്തൊന്നും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പിള്ളേർ അല്ല അവർ. ഇതിപ്പോൾ 10-25 കിലോമീറ്റർ ദൂരെ പോയി തികച്ചും അപരിചിതമായ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെയൊക്കെ ചെയ്യാൻ. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് ട്യൂഷന് പോകുന്നത് ഒരേ സെന്ററിലാണ്. അവിടെ അന്വേഷിച്ചപ്പോൾ അടുത്ത കാലത്തായി ഒരു കറുത്ത കാർ വരികയും കുട്ടികൾ കാറിനുള്ളിൽ ആരോടൊക്കെ കുറച്ചു നേരം സംസാരിച്ചു നിൽക്കുമായിരുന്നു എന്ന് അവരുടെ ചില കൂട്ടുകാർ പറഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 3 ആഴ്ചയിൽ 5 ദിവസം അവർ ഇടവിട്ട് സ്കൂളിൽ പോയിട്ടില്ല. എന്നാൽ വീട്ടിൽ നിന്ന് കൃത്യമായി സ്കൂളിൽ പോവുകയും തിരിച്ച സമയത്ത് തന്നെ വീട്ടിൽ വരികയും ചെയ്യപ്പെട്ടു. മിക്കവാറും ഒരാൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിൽ മറ്റേയാളും എന്തെങ്കിലും കള്ളം പറഞ്ഞ് സ്കൂളിൽ പോകാതിരുന്നതുകൊണ്ട് ഇരുവരും ഇടയ്ക്ക് ആബ്സെന്റ് ആയത് അധ്യാപകർ അത്രയ്ക്കും ശ്രദ്ധിച്ചില്ല. പോലീസിനോട് ഇതൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. അവർ വിശദമായി അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം അവസാനിച്ച മട്ടാണ്. പണവും അധികാരവും ഉള്ളവർക്കൊപ്പം അല്ലേ എന്നും നീതി. അന്വേഷണമൊക്കെ ഇപ്പോൾ ഒരു പ്രഹസനമായി. എല്ലാം അവസാനിച്ച മട്ടാണ്. എന്റെ പേരക്കുട്ടിയും കൂട്ടുകാരിയും ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ദുരൂഹതയുണ്ട് സാർ. എനിക്ക് മാത്രമല്ല, കുട്ടികളെ അടുത്തറിയാവുന്ന എല്ലാവരും കരുതുന്നതും കുട്ടികൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്നാണ്. മറ്റു വഴികളെല്ലാം അടങ്ങിയപ്പോഴാണ് എനിക്ക് സാറിന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞൽ. ഈശ്വരനായിട്ടാണ് എന്നെ സാറിന്റെ അടുത്ത് വരാൻ പ്രേരിപ്പിച്ചത്. ഈ വൃദ്ധന് ഉറപ്പാണ് എന്റെ ഈ വരവ് വെറുതെ ആവില്ല. ഞങ്ങൾക്ക് നീതി വേണം സാർ. എന്താണ് എന്റെ പേരക്കുട്ടിക്ക് സംഭവിച്ചത്? അവളുടെ കൂട്ടുകാരിക്ക് സംഭവിച്ചത്? അത് കണ്ടെത്തി ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ
അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം സാർ. പാവം എന്റെ പൊന്നുമോൾ. എന്താ മാഷ ഇത്? മാഷിന്റെയും കുടുംബത്തിന്റെയും വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. മാഷ് സമാധാനപ്പെടും. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ കേസ് തീർച്ചയായും അന്വേഷിക്കും. മാഷ് ഇപ്പോൾ സമാധാനമായി പൊയ്ക്കോളൂ. വിഷ്ണു മാഷിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുചെന്ന് വിട്. അത് ബുദ്ധിമുട്ടാവില്ലേ? അതൊന്നും വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. എന്താ മാഷ് ഈ പറയുന്നേ? എന്ത് ബുദ്ധിമുട്ട്? വിഷ്ണു മാഷിനെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യൂ. ആരാ സാറേ വന്നേ? പുതിയ കേസ് വല്ലതാണോ? ഒരു വേട്ടക്കിറങ്ങാനുള്ള സ്കോപ്പ് വല്ലതും ഉണ്ടോ? എന്റെ മഹേഷ് പിള്ള സാറേ, ഒന്ന് അറങ്ങ. ആദ്യം നമുക്ക് കാടൊക്കെ ഒന്ന് വീക്ഷിച്ച് വേട്ടയാടാൻ പറ്റിയ ക്രൂരമൃഗങ്ങളുണ്ടോ എന്ന് നോക്കാം, പിന്നെ വേട്ട. സാറേ, അത് പിന്നെ ആ മലയുടെ മുകളിൽ നിന്ന് 2 പെൺകുട്ടികൾ ചാടിയ കേസ് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നു. ഓ, മനസ്സിലായി. അതൊരു ദാരുണ സംഭവമായി പോയി. എന്നാ പറയണ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണം. അതിലൊരു കുട്ടിയുടെ മുത്തച്ഛനാണ് ഇപ്പൊ വന്നത്. കുട്ടിയുടെ കുടുംബത്തിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഷാജാൻ സാറ് നാളെ മഹേഷ് സാറിനെ കുട്ടി ഒന്ന് അവിടം വരെ പോകുമോ? നമ്മുടെ വഴിക്ക് അന്വേഷണം. എന്താ സാറേ, നാളെ പൊയ്ക്കൂടെ? അതെന്ത് ചോദ്യമാ സാറേ? ഞങ്ങൾ എപ്പോഴേ റെഡി അല്ലേ മഹേഷ് സാറേ? പിന്നല്ല. ഇവിടെ 2 ചായ. കഴിക്കാൻ ലൈറ്റ് എന്തെങ്കിലും എടുത്തോ? നല്ല ചൂട് പഴംപൊരിയുണ്ട്, പിന്നെ ബോണ്ട. എന്നാ പിന്നെ 2 പഴംപൊരി എടുത്തോ? ഓ, മലമുണ്ട.
എന്നാ ഭംഗിയല്ലേ? അടിപൊളി വൈബ്, ആളൊഴിഞ്ഞ സ്ഥലം. ആ പയ്യന്റെ പെണ്ണിന്റെ ധൈര്യം സമ്മതിക്കണം. സ്ഥലമൊക്കെ കൊള്ളാം, പക്ഷെ സേഫ്റ്റി ഒന്നുമില്ല. താഴേക്ക് വീണ പിന്നെ നോക്കണ്ട, ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കില്ല. സാറന്മാര് പത്രത്തിലും ടി വിയിലും മറ്റും കണ്ടു കാണും. ഈ ഇടയ്ക്ക് 2 പെൺകുട്ടികൾ ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ചത്തത്. ഓ, അത് ഇവിടെയായിരുന്നോ? അത് ശരിക്കും ആത്മഹത്യ തന്നെയായിരുന്നു. നാട്ടുകാർ മറ്റെന്തൊക്കെയോ പറയുന്ന ഈ വാർത്തകളിൽ കണ്ടു. ഇവിടെ എപ്പോഴും സ്കൂൾ പിള്ളേരും കോളേജ് പിള്ളേരും ആണും പെണ്ണും ഒക്കെ വരും. നാട്ടുകാരെന്തെങ്കിലും ചോദിച്ചാൽ സദാചാര പോലീസ്, ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ റെക്കോർഡ് ചെയ്യും. സത്യം പറയാലോ, പിള്ളേർ വരുമ്പോൾ നമുക്ക് ഇച്ചിരി കച്ചവടം കൂടും. ആ മുമ്പ് പറഞ്ഞ കേസ് ശരിക്കും ആത്മഹത്യ തന്നെ ആയിരുന്നോ? സംഭവം നടക്കുന്ന സമയത്ത് അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അപ്പോ പിന്നെ ആത്മഹത്യ തന്നെ ആയിരിക്കും. പോലീസുകാരും അങ്ങനെ തന്നെയാ പറയുന്നത്. പിന്നെ ഇവിടെ എങ്ങും CCTV ഒന്നും ഇല്ല. ഇവിടെ സ്ഥിരമായി വരുന്ന പിള്ളേർ തെറ്റുണ്ടോ? ആൺപിള്ളേരും പെൺപിള്ളേരും പതിവായി വരുന്നവർ. അത് പിന്നെ ഒരു കറുത്ത കാർ. എന്താ പറഞ്ഞേ? കറുത്ത കാറോ? ഏയ് ഒന്നുമില്ല, ഇവൻ ചുമ്മാ ഓരോന്ന് പറയണതാ. സാറന്മാർക്ക് വേറെ എന്തെങ്കിലും വേണോ? വേണ്ട, അവനെന്തോ പറയാൻ വന്നു. അപ്പൊ പിന്നെ സാറന്മാര് പൈസ തന്നിട്ട് പോയട്ടെ. അവൻ അങ്ങനെ പലതും പറയും. സാറേ, ആ ചെറുക്കൻ എന്താണ് പറയാൻ വന്നതെന്ന് എനിക്കറിയാം. പേടി കൊണ്ടാ സാറേ ആരും ഒന്നും പറയാത്തത്.